ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വീണ്ടും വളരെയധികം സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാക് പ്രകോപനങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകിയതായുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പൊതുസമൂഹത്തിന് മറുപടിയായി ഇന്ത്യ നൽകിക്കഴിഞ്ഞത്. വിമാനങ്ങളെ മുൻനിർത്തിയും ആശുപത്രികൾ ലക്ഷ്യമാക്കിയതുമടക്കമുള്ള നീചമായ രീതിയിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ നേരിട്ടതെന്നും വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി കേണൽ സോഫിയ ഖുറേഷി, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസി, ഉന്നത സൈനിക ഉദ്യോഗസ്ഥനായ വിംഗ് കമാൻഡർ വ്യാമിക സിംഗ് എന്നിവർ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലും പഞ്ചാബിലും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി വിവിധ മതകേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു. മതത്തിന്റെ പേരിൽ വീണ്ടും വർഗീയ ശക്തികൾ ഉടലെടുക്കുകയും മതത്തിന്റെ പേരിൽ ആളുകളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൈശാചികമായ പ്രവൃത്തിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ശക്തമായ മറുപടി ഇപ്പോൾ പാകിസ്ഥാനെ ചാരമാക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഓരോ പ്രവൃത്തികളും അവർക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നമുക്കിതിലൂടെ വ്യക്തമാകുന്നത്. കാരണം മതത്തിന്റെ പേരിൽ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിലടിപ്പിക്കുന്നതിനും ആളുകൾ തമ്മിൽ യുദ്ധങ്ങൾ നടത്തി അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനും വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ളത് പാകിസ്ഥാൻ ജനതകളും തീവ്രവാദികളും ചിന്തിക്കണം. പാകിസ്ഥാനിലെ മത തീവ്രവാദികളാണ് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത്. മതത്തിന്റെ പേരിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഈ മത തീവ്രവാദികൾ കാരണമാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ മതങ്ങൾ നല്ലതിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ മത തീവ്രവാദികളാണ് വർദ്ധിച്ചു വരുന്നത്. ഒരിക്കലും മതത്തിന്റെ പേരിൽ തീവ്രവാദത്തെ പ്രകോപിപ്പിക്കുന്നത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യ സർവപരമായി എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇന്ത്യയിലടക്കം മതവിദ്വേഷം പടർന്നു പരത്തുന്നതും അതുപോലെ തന്നെ വർഗീയ കലാപങ്ങൾ നടക്കുന്നതും ഉണ്ട് എന്നുള്ളത് തീർച്ചയാണെങ്കിൽ പോലും ഇവിടെ ഓരോ വിശ്വാസത്തെയും അതുപോലെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് എന്നുള്ളതും സത്യം തന്നെയാണ്. കേരളം അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട ഓരോ വ്യക്തികളുമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഏത് പ്രവൃത്തി ചെയ്യുന്നവരെയും ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളുടെ സുരക്ഷിതത്വവും എല്ലാ മതങ്ങൾക്കും കൃത്യമായി തന്നെ ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ തലവന്മാരും നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കപ്പെടണം. എന്തായാലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിന്റെ പേരിൽ അതിനെ മതത്തെ വലിച്ചിഴപ്പിച്ചുകൊണ്ട് വളരെ വൃത്തിഹീനമായ രീതിയിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് 26 ജീവനുകൾ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ഓരോ ജീവനും വില പറയുന്നതിന് വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നമ്മുടെ സൈന്യം പാകിസ്ഥാൻ തീവ്രവാദികളുടെ കേന്ദ്രത്തിൽ ചെന്ന് അവരെ ഇല്ലാതാക്കിയത് നമ്മുടെ ഓരോ ജീവന്റെ വില എത്രത്തോളമാണെന്ന് പാകിസ്ഥാൻ തീവ്രവാദികളെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഈ തീവ്രവാദത്തെ തുടർന്ന് പാകിസ്ഥാനിൽ ഇപ്പോൾ വളരെയധികം രൂക്ഷമായ ക്ഷാമവും ദാരിദ്ര്യവും കൊടികൊണ്ട് വാഴുകയാണ്. അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ ആഹാരമോ ഉടുത്തുമാറാൻ വസ്ത്രമോ കൃത്യമായ ആവശ്യ സാധനങ്ങളോ പെട്രോൾ പോലും ലഭിക്കാത്ത ഒരു സ്ഥിതി പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. വളരെയധികം നാശനഷ്ടങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനിൽ ഇപ്പോഴും യുദ്ധത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. കാശ് എല്ലാം മുടക്കി ഇന്ത്യനെ തകർക്കാൻ അവർ പടക്കോപ്പുകൾ വാങ്ങിക്കുമ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ ആഹാര സാധനങ്ങൾ എത്തിക്കുന്നതിന് രാഷ്ട്രത്തലവന്മാർ ശ്രമിക്കുന്നില്ല. സാധാരണക്കാരുടെ ജീവന് വരെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് യുദ്ധത്തെ എങ്ങനെ നേരിടാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ സമാധാനത്തിന് വേണ്ടി ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ ഇനി കീഴടങ്ങാൻ ഒരു വഴിയുമില്ലാതാകുന്ന ഒരു സാഹചര്യം പാകിസ്ഥാന് നിലനിന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യുദ്ധത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയുമായി ഒരു സമാധാന ചർച്ചയിലെത്താൻ തീർച്ചയായും പാകിസ്ഥാൻ ശ്രമിക്കണം. മാത്രമല്ല തീവ്രവാദത്തെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇനി ഒരു സമാധാനം ഇരു രാജ്യങ്ങളിലും ഉണ്ടാകൂ എന്നുള്ളതും തീർച്ചയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ യുദ്ധബലം എത്രത്തോളമാണെന്ന് പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ചിന്തിച്ചില്ലെങ്കിൽ അത് വീണ്ടും നിങ്ങളുടെ തന്നെ അന്ത്യത്തിനുള്ള അവസാന വഴിയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഇന്ത്യയെ സഹായിക്കുന്നതിന് വേണ്ടി റഷ്യയും അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന വലിയ രാജ്യങ്ങളുണ്ട്. എന്നാൽ ചൈനയെ വിശ്വസിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ മല്ലിടാൻ നോക്കുമ്പോൾ പാകിസ്ഥാന് സമ്പൂർണ്ണ വിജയം ലഭിക്കുമെന്നുള്ളത് ഒരിക്കലും വിശ്വസിക്കേണ്ട. പൂർണ്ണ പരാജയത്തോടെ നിങ്ങൾ മുട്ടുമടക്കി വീഴുന്ന ഒരു അവസ്ഥയെത്തും എന്നുള്ളത് മനസ്സിലാക്കുക. ഹിന്ദു മുസ്ലിം തമ്മിലുള്ള അക്രമത്തെ ചൊല്ലി വീണ്ടും വീണ്ടും അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് നമ്മൾ വിസ്മരിക്കരുത്. ഇന്ത്യക്കകത്ത് തന്നെ
മുസ്ലിം ഹിന്ദു തീവ്രവാദം വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന രീതിയിൽ ഈ ഒരു യുദ്ധത്തിന്റെ മൂടുപടത്തിൽ നിന്നുകൊണ്ട് വളരെയധികം അക്രമങ്ങൾ ഇരു രാജ്യങ്ങളും നടത്തുന്നത് ആരായാലും അവരെ കണ്ടുപിടിച്ച് അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. യുദ്ധത്തിന്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ തമ്മിൽ തല്ലുന്നത് നിർത്തി സമാധാനപരമായ ഒരു രാജ്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് എല്ലാവരും ഒരുപോലെ പരിശ്രമിക്കണം.